ശരി, എന്തായാലും പി വി അൻവർ മത്സരിച്ചേക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിനിപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മത്സരിക്കാൻ പി വി അൻവറിന് TMC ദേശീയ നേതൃത്വം അനുമതി നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി വരികയാണ്. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, പി വി അൻവറിന് മത്സരിക്കാനുള്ള വഴി കൂടി തെളിയുകയാണോ നിലമ്പൂരിൽ? ഇപ്പോൾ പി വി അൻവറിന് മത്സരിക്കാൻ TMCയുടെ ദേശീയ നേതൃത്വം അനുമതി നൽകിയിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ അദ്ദേഹം ദേശീയ നേതൃത്വത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എന്ത് എടുക്കണം എന്നുള്ളൊരു കാര്യം പി വി അൻവറിന് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥിയാകണോ എന്നുള്ളൊരു കാര്യം ദേശീയ നേതൃത്വത്തിന്റെ ഒരു അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥിയാണെങ്കിൽ അക്കാര്യം പി വി അൻവറിന് കേരളത്തിൽ തന്നെ തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ TMCനെ UDF എടുക്കുക എന്നുള്ളത് തന്നെ ഇപ്പോൾ ഒരു ഇരുട്ടിൽ നിർത്തിയാണ് ഇപ്പോൾ UDF നേതാക്കന്മാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യം ഉണ്ടാക്കുകയും UDF സ്ഥാനാർത്ഥി ആരായാലും പിന്തുണ നൽകാം എന്ന് പറഞ്ഞിട്ട് പോലും തന്നെ അല്ലെങ്കിൽ തന്റെ പാർട്ടിയെ UDFിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പച്ചക്കൊടി UDF നേതാക്കന്മാർ ഇതുവരെ കാണിക്കുന്നില്ല, കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ നീട്ടിക്കൊണ്ടു പോകുന്നത് തന്നെ വഞ്ചിക്കാനുള്ള ഒരു നിലപാടിലാണോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിന് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു TMC സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരത്തിൽ കളത്തിലിറങ്ങാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും TMC ദേശീയ നേതൃത്വം തന്നെ ആ തരത്തിലുള്ള അനുമതി ഇപ്പോൾ പി വി അൻവറിന് നൽകിയിരിക്കുകയാണ്. അതായത് സുമോദ്, ദേശീയ നേതൃത്വം TMC ദേശീയ നേതൃത്വം പച്ചക്കൊടി കാട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു വ്യക്തിപരമായ തീരുമാനം അൻവറിന് എന്താണോ തീരുമാനിക്കാൻ ഉള്ളത്, നിലപാട് എന്താണോ ആ രീതിയിൽ മുന്നോട്ട് നീങ്ങാം എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ കൂടുതലും തെളിയുന്നത്? ഇപ്പോൾ പി വി അൻവർ ഉടൻ തന്നെ ഇക്കാര്യം ഒരു അവൈലബിൾ നേതാക്കന്മാരുടെ ഒരു യോഗം വിളിച്ചതിന് ശേഷം എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെ അദ്ദേഹം ആലോചിക്കുന്നതാണ്. കാര്യം നേരത്തെ അദ്ദേഹം UDF നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഏത് UDF നേതാക്കന്മാർ ഏത് ചെകുത്താൻ മത്സരിച്ചാലും UDFന്റെ ബാനറിലാളെ പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ പറയാൻ കഴിയുക. അപ്പോൾ തന്നെ അദ്ദേഹം പല നേതാക്കന്മാരോടും പറഞ്ഞിരുന്നു, ഇവിടെ VS ജോയ് മത്സരിച്ചാൽ 25,000 വോട്ടിന് വരെ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആര്യടൻ ഷൌക്കത്താണ് മത്സരിക്കണമെങ്കിൽ അത് 2,000-നും 3,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടി ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സഹകരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ആര്യടൻ ഷൌക്കത്തിന് ഒരു താല്പര്യം ആര്യടൻ ഷൌക്കത്തിനോട് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ചർച്ചകൾ മുന്നോട്ട് പോവുകയും കാരണം ഇപ്പോൾ TMCയെ UDFന്റെ മുന്നണിയിൽ എടുത്തിരുന്നെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇത് താൻ രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പുള്ള ഒരു അവസരമുണ്ടാക്കി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ എന്നിട്ട് പോലും UDF തന്റെ ഒരു ആവശ്യവും തന്റെ ഒരു ആവലാതിയും പരിഗണിക്കുന്നില്ല. മാത്രമല്ല തന്റെ TMCയുടെ ഒരു UDF പ്രവേശനം അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇനി ഒരു സമ്മർദ്ദം ഇപ്പോൾ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഒരു UDFിലേക്ക് TMCക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് TMC ദേശീയ നേതൃത്വം ഇക്കാര്യം അറിയിക്കുകയും ഇനി ഉചിതമായ തീരുമാനം എടുക്കാനുള്ള ഒരു കാര്യം അത് പി വി അൻവറിന് തന്നെ തീരുമാനം എടുക്കാൻ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പി വി അൻവറാണ് തീരുമാനിക്കേണ്ടത് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. അദ്ദേഹത്തിന് ഒരു തടസ്സവും ഇനി പാർട്ടി ഉണ്ടാക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി TMC അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും നിർണായക നീക്കങ്ങൾ തന്നെ പി വി അൻവറും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. തന്നെ പൂർണ്ണമായും അവഗണിച്ചതിൽ കടുത്ത അതൃപ്തിയുണ്ട് പി വി അൻവറിന് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം TMC ദേശീയ നേതൃത്വത്തെ പി വി അൻവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മത്സരിക്കണമെങ്കിൽ മത്സരിക്കാം എന്ന തരത്തിലുള്ള നിലപാടാണ് ദേശീയ നേതൃത്വത്തിന്റേത്. പി വി അൻവറിന് മത്സരിക്കാനുള്ള അനുമതി ദേശീയ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ തീരുമാനം എടുക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പി വി അൻവർ നീങ്ങുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്.